ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയംസിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് രണ്ട് ഭാഷയിലും ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളും കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അത് കാണാൻ ശ്രമിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ഒരു എക്സസൈസ് തന്നിരുന്നു. ഫൈൻഡ് ദ ഫെമിനൈൻ ജെൻഡർ ഓഫ്. അതിൻ്റെ ആൻസർ നോക്കി കമ്പയർ ചെയ്യുമല്ലോ. ബാച്ചിലർ, സ്പിൻസ്റ്റർ, മാസ്റ്റർ, മിസ്ട്രസ്, പോയറ്റ്, പോയറ്റസ്, ഗവർണർ, ഗവർണസ്, വിക്ടർ, വിക്ട്രസ്. എല്ലാവരും നോക്കിയല്ലോ, കറക്റ്റ് അല്ലേ? ഗുഡ്. Today we are going to discuss about parts of speech. What is parts of speech? They are the categories into which words are classified based on their functions in a sentence. ഒരു സെൻറ്റൻസിൽ വന്നിരിക്കുന്ന വാക്കുകളുടെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്. ദേ ആർ 8 ഇൻ നമ്പർ. വാക്കുകളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. അത് 8 ഉണ്ട്. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, verb, adverb, preposition, conjunction, interjection. Can you repeat it with me? Noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection. The first one is noun. We have learned it before, haven't we? Those who have not seen the class, please try to see it. A noun is the name of a person, place or a thing. Noun എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: Rahul, Mumbai, table, etc. The second one is pronoun. A pronoun is a word used in place of a noun in order to avoid repetition. ആവർത്തിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടി നൗണിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: he, she, it, they, this, that, those, I, we. Rahul is going to market. Rahul is going to buy fish. In order to avoid the name again, we will use he. So we can say he is going to buy fish. The third one is adjective. മലയാളത്തിൽ നാമവിശേഷണം. What is adjective? An adjective is a word used to modify or describe a noun or a pronoun. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഓഫ് വിച്ച് വൺ, വാട്ട് കൈൻഡ് ഓർ ഹൗ മെനി. ഏതാണ്, ഏത് തരത്തിലുള്ളതാണ്, എത്രയാണ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. എക്സാമ്പിൾ: ഗുഡ്, ബ്യൂട്ടിഫുൾ, ബാഡ്, സ്ട്രോങ് ആൻഡ് സോ ഓൺ. ലൈല ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. Beautiful is an adjective. The sky is blue. Blue is an adjective. Fourth one is verb. The verb in a sentence expresses action or being.
ഒരു സെൻറ്റൻസിൽ പ്രവൃത്തിയെ കാണിക്കുന്നതാണ് വേർബ് അഥവാ മലയാളത്തിൽ ക്രിയ. There is a main verb and sometimes one or more helping verbs. ഒരു സെൻറ്റൻസിൽ ഒരു മെയിൻ വെർബ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്നോ അതിലധികമോ ഹെൽപ്പിംഗ് വെർബ് സഹായകമായിട്ടുള്ള ക്രിയകളും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ: റൺ, ആസ്ക്, ഡു, തിങ്ക്, ജംപ്, etc. He can jump. Here, jump is a verb, can is a helping verb. ഇവിടെ ജമ്പ് എന്ന് പറയുന്നത് വെർബും ക്യാൻ എന്ന് പറയുന്നത് സഹായക ക്രിയയും ആയിരിക്കും. Got it? മനസ്സിലായോ? The fifth one is adverb or ക്രിയാ വിശേഷണം. An adverb describes or modifies a verb, an adjective, or another adverb, but never a noun. Adverb എന്ന് പറയുന്നത് ഒരു വെർബിനെയോ ഒരു അഡ്ജക്റ്റീവിനെയോ വിശേഷിപ്പിക്കുന്നതായിരിക്കും, ഒരിക്കലും ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത് അല്ല. It usually answers the questions of when, where, how, why, under what condition or to what degree, etc. അത് എപ്പോഴും, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട്, ഏത് കണ്ടീഷൻ കീഴിൽ, ഏത് ഡിഗ്രി വരെ എന്നീ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നതായിരിക്കും. എക്സാമ്പിൾ: ക്വിക്ക്ലി, ജെന്റ്ലി, സ്ലോലി, എക്സ്ട്രീംലി, etc. The old man walked slowly. Here, slowly is an adverb. He found it extremely difficult to get a job. Here, extremely is an adverb. Number 6, preposition. A preposition is a word placed before a noun or pronoun to form a phrase modifying another word in the sentence. ഒരു വാക്യത്തിലെ നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുൻപ് അതേ വാക്യത്തിലുള്ള മറ്റേതെങ്കിലും വാക്കുമായുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് പ്രിപ്പോസിഷൻ. എക്സാമ്പിൾ: വിത്ത്, ഓൺ, ഇൻ, അണ്ടർ, ബൈ, until, etc. The clock is on the wall. Preposition is on. He is sitting under the tree. Preposition is under. Number 7, conjunction. A conjunction joins words, phrases, or clauses and indicates the relationship between the elements joined. വാക്കുകളെയോ വാചകങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദത്തിന് കൺജങ്ഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ: ആൻഡ്, ബട്ട്, ആസ്, ബിഫോർ, ആഫ്റ്റർ, ഓർ, നോർ, etc. രാമ ആൻഡ് കൃഷ്ണ are brothers. And is a conjunction. He left just before sunrise. Before is a conjunction. Understand? I hope you got it. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The last one is interjection. An interjection is a word used to express emotion or feeling like surprise, sorrow, pain, joy, etc. It is often followed by an exclamation point. പെട്ടെന്നുള്ള തോന്നലിൻ്റെയോ വികാരങ്ങളുടെയോ ഫലമായുണ്ടാകുന്ന അതിശയം, ദുഃഖം, വേദന, സന്തോഷം മുതലായവയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നു. അവയ്ക്ക് എക്സ്ക്ലമേഷൻ ചിഹ്നം ഉപയോഗിക്കും. എക്സാമ്പിൾ:
ഓ, വൗ, oops, ouch, alas, hey, etc. ഓ മൈ ഗാഡ്, വൗ, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. മനസ്സിലായല്ലോ? ഇവയെല്ലാം ഒന്ന് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് നിൽക്കുകയുള്ളൂ. സീ യു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. ഓക്കേ.